എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സീമ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി ഇങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. ഇതാരാന്നറിയണ്ടേ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ കൃഷ്ണകുമാർ സാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണ, അവരമ്മയത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ പറയുന്നതായ വർത്തമാനം ഇവർ ഹസ്ബൻഡ്, അതായത് ഈ സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിച്ച്, അപ്പം ഈ അമ്മ ഒറ്റക്കായി. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ആ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞ മകള് പറഞ്ഞ സംസാരമാണ് കേട്ടോ. ആ പറഞ്ഞ വാക്കുകളാണ് പിന്നെ ഈ അമ്മ പറയുന്നത്. കാരണം സിന്ധു കൃഷ്ണ മാത്രമല്ല, ഇവരെ ആ രണ്ടാമത്തെ മകളും പറഞ്ഞ വാക്കാണ് ഇപ്പം പിന്നെ മീഡിയയോട് അമ്മച്ചി പറയുന്നത്. ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫുണ്ടല്ലോ സിന്ധു കൃഷ്ണ, ഈ പെണ്ണുങ്ങളെ മോളന്നെ, അവൾക്ക് ഭയങ്കര അഹങ്കാരം തേഞ്ഞൊരു സ്ത്രീയാണ് അവൾ മാത്രമല്ല, അവർക്കൊരു 3-4 മക്കളും ഉണ്ട്. ആ മക്കൾ ആ അമ്മനാങ്കാട്ടിയും കിടക്കും. അത്രക്ക് അഹങ്കാരം തേഞ്ഞ 4 10 ചാനലറ്റുണ്ട്. അങ്ങനെ പണം കോരി ഇപ്പം എന്താ പറയുക, ബന്ധുമിത്രാദികളെ വരെ വിലയില്ലാത്തൊരവസ്ഥയാണ്, മനുഷ്യന്മാർ വരെ വിലയില്ലാത്ത അവസ്ഥ. കാരണം ഈ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു മൂത്ത കുട്ടി ഉണ്ടല്ലോ, ആ മൂത്ത കുട്ടി ഇതിനിടെ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടിട്ടില്ലേ, സ്വന്തം ഹസ്ബൻഡിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കാണ്ട് അശ്വിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അന്നേരം കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. കാരണം സ്വന്തം അമ്മനെ മാത്രമേ ഞാൻ അമ്മ എന്ന് വിളിക്കും, അങ്ങനെ കാണുന്നവരെയൊക്കെ ഞാൻ അമ്മ എന്നൊന്നും വിളിക്കില്ല. അഹങ്കാരം തേഞ്ഞതാണ്. പിന്നെ ഒരു അഹാന കൃഷ്ണ, അത് അന്നേരം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബിൽ എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കുളമാലയായിട്ട് അങ്ങനെ വൈറലായി. അങ്ങനെ മക്കൾ, അമ്മയും കണക്കന്നെ മക്കളും കണക്കന്നെ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാണ് ഈ സിന്ധു കൃഷ്ണ, ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫ്, അതായത് ഈ അമ്മച്ചിയുടെ മകള്. ആ ഒരു മകള് പറയേണ്ട വർത്താനമല്ലേ ഇത്. കാരണം അമ്മ ചത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഈ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പം മീഡിയയോട് പറഞ്ഞത്. ഈ സിന്ധു കൃഷ്ണ 3-4 മക്കളെ പ്രസവിച്ചിട്ടുണ്ടല്ലോ, ഇതേ ഗതിയാണ് നാളെ സിന്ധു കൃഷ്ണക്ക് ഉണ്ടായാൽ. നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ 4 ഇരട്ടി നാളെ തിരിച്ചു കിട്ടും. അതേതൊരാൾക്കും. അച്ഛൻ മരിച്ച് തനിച്ചായ ഒരമ്മയാണ്, ആ അമ്മയെ കൂട്ടിപ്പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ഒരു സംസാരം സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാൽ അവരെ കളികളൊന്നും കളിക്കാൻ കഴിയില്ല, അവർക്ക് അഹങ്കാരത്തോടു കൂടെ നടക്കാൻ പറ്റില്ല. കാരണം പ്രായമായവർ ബാധ്യതയാകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാട്ടിൽ.